ക്ലാസ്സിൽ ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, അപ്പോൾ എല്ലാ ഫങ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓരോ ക്വാഡ്രന്റിലുള്ള ഓരോ ഫങ്ഷൻ്റെ വേരിയേഷൻസ്, പിന്നെ അതിൻ്റെ സൈന്, പിന്നെ അതിൻ്റെ ഗ്രാഫ്, അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഈ സൈന്, കോസ് അങ്ങനെ 6 ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ഒരെണ്ണത്തിൻ്റെ വാല്യൂ തരും. അത് വെച്ചിട്ട് ബാക്കി വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ബാക്കി ഫുൾ വാല്യൂസ് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതെങ്കിലും ഒരെണ്ണം, സൈനോ കോസോ ടാനോ അങ്ങനെ 6 ഏതെങ്കിലും ഒരെണ്ണം തരും. അത് വെച്ചുകൊണ്ട് നമ്മൾ ബാക്കി കംപ്ലീറ്റ് കണ്ടുപിടിക്കുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, cos x equal to -1/2. cos x ന്റെ വാല്യൂ തന്നിട്ടുണ്ട് -1/2. cos x equal to -1/2. കൂടെ ഒരു കാര്യം കൂടെ, x lies in third quadrant. x in third quadrant. കാരണം നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. x lies in third quadrant. നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത AST. അവിടെ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. നമുക്ക് കോസ് തന്നിരിക്കുന്നത് നെഗറ്റീവാണ്. അപ്പം നമ്മൾ ഈ കോസ് എക്സിന്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. അത് വെച്ചുകൊണ്ട് ബാക്കി 5 കൂടി, 5 അതായത് 6 ആകെയുള്ളത്, ബാക്കി 5 കൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം ഈ ഒരെണ്ണം വെച്ചുകൊണ്ട്. അതിനായിട്ട് നമുക്ക് ഇപ്പം കോസ് എക്സിന്റെ വാല്യൂ മൈനസ് ആണെങ്കിലും മൈനസ് അവിടെ വിട്ടിട്ട് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം ഒന്ന് എഴുതുക. ന്യൂമറിക്കൽ വാല്യൂ മാത്രം നമ്മൾ എഴുതുന്നു. കോസ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് വിട്ടിട്ട് കോസ് എക്സ് ഈക്വൽ ടു 1/2 ന്യൂമറിക്കലി. സൈൻ നോക്കുന്നില്ല, ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ. കോസ് എക്സ് ഈക്വൽ ടു 1/2 ന്യൂമറിക്കലി. ഇനി നമ്മൾ സൈൻ എക്സും കോസ് എക്സും ടാൻ എക്സും എല്ലാം പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വെച്ചുകൊണ്ടാണ്. അപ്പം നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ട്രയാങ്കിൾ ABC. ഇത് റൈറ്റ് ആംഗിളാണ്, ബിയിലാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ കോസ് എക്സ് അല്ല, ഒരു ആംഗിൾ അല്ലാത്തൊരു ആംഗിൾ എക്സ് എന്ന് തന്നിട്ടുണ്ട്, എക്സ്. ഈ കോസ് എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, വി ഹാവ് കോസ് എക്സ് ഈക്വൽ ടു, കോസ് എക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ്, ഹൈപ്പോട്ടന്യൂസിന്റെ കർണം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ട് 1/2. അപ്പൊ അഡ്ജസന്റ് സൈഡ്, എക്സിന്റെ അഡ്ജസന്റ് സൈഡിന് 1ഉം ഹൈപ്പോട്ടന്യൂസിന് 2ഉം കൊടുക്കാം. എക്സ് എന്ന് വെച്ചാൽ ഇതാ എക്സിന്റെ അഡ്ജസന്റ് സൈഡ്, എക്സിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ്. BCയും ഉണ്ട് ACയും ഉണ്ട്. പക്ഷേ AC ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്കറിയാം, 90ന് എതിർവശമാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ഥാനത്ത് 2 കൊടുക്കാം. അഡ്ജസന്റ് സൈഡ് അപ്പോൾ സമീപവശം എന്ന് പറഞ്ഞാൽ BC ആണ്, അത് 1ഉം വരും. റൈറ്റ് ട്രയാങ്കിളിന്റെ അകത്ത് നമ്മൾ കോസ് എക്സിന്റെ ഇക്വേഷൻ ഓർക്കുക. കോസ് എക്സ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതെന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1/2. നെഗറ്റീവ് എടുക്കേണ്ടത് തൽക്കാലം 1/2. അപ്പൊ അഡ്ജസന്റ് സൈഡായ BCക്ക് 1 കൊടുക്കാം, ഹൈപ്പോട്ടന്യൂസ് ആയ ACക്ക് 2ഉം കൊടുക്കാം. ഇതിപ്പോ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് AB കണ്ടുപിടിക്കാം. ബൈ പൈതഗോറസ് തിയറം, പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് AC കണ്ടുപിടിക്കും. ACയിലെ BC കാണാം, BC സ്ക്വയർ എന്ന് പറയാം അല്ലെ, BCയിലെ AB സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കറിയാം AC സ്ക്വയറിൽ നിന്ന് BC സ്ക്വയർ കുറച്ചാൽ മതി. ഹൈപ്പോട്ടന്യൂസ് അല്ലേ വലുത്, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുമ്പോൾ മാത്രം ഇത് രണ്ടും കൂട്ടണം. ബാക്കി രണ്ടും കണ്ടുപിടിക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് കുറയ്ക്കണം. AC സ്ക്വയറിൽ നിന്ന് BC സ്ക്വയർ കുറയ്ക്കണം. ACയുടെ സ്ക്വയർ 2 സ്ക്വയർ ആണ്, -1 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4, 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1. അതായത് ABയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 വരും. അപ്പോൾ AB നമുക്ക് കിട്ടി, AB എന്ന് പറയുന്നത് √3. ഇതിന്റെ വാല്യൂ √3 വരും. കണ്ടോ? ഇപ്പൊ എല്ലാ സൈഡും കിട്ടി. 3 സൈഡും കിട്ടിയാൽ ഇനി നിങ്ങൾക്ക് ഏതും കണ്ടുപിടിക്കാം. 3 സൈഡും കിട്ടിക്കഴിഞ്ഞാൽ ഏതും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കോസ് എക്സ് എന്ന് പറഞ്ഞ 1/2 ന്യൂമറിക്കലി എടുത്ത് നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ബാക്കി സൈഡ്സ് എല്ലാം കണ്ടുപിടിച്ചു. ബാക്കി സൈഡ്സ് ഒരു സൈഡ് കൂടെ √3. ഇപ്പം എല്ലാ സൈഡുമായി ഇനി നമുക്ക് റേഷ്യോസ് എല്ലാം എഴുതിയാൽ മതി. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഓർക്കുക, തേർഡ് ക്വാഡ്രന്റിലെ എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റിലെ എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്, ടാൻ എക്സ് ആൻഡ് കോട്ട് എക്സ് ആർ പോസിറ്റീവ്, ഓൾ അതേഴ്സ് ആർ നെഗറ്റീവ്. അപ്പം ബാക്കി എല്ലാത്തിനും നമ്മൾ നെഗറ്റീവ് ഇടണം. ടാൻ എക്സിനും കോട്ട് എക്സിനും മാത്രമേ പോസിറ്റീവ് ഇടാവുള്ളൂ, ബാക്കി കംപ്ലീറ്റ് നെഗറ്റീവ്. നമ്മൾ 1 തൊട്ട് എഴുതാൻ പോവാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ആ ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിൾ നോക്കിയിട്ട് അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അറിയാം കോസ് എക്സ് -1/2 ആണ്. ഇപ്പൊ ഇവിടെ എഴുതിക്കണം ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്, ഓൾ അതേഴ്സ് ആർ നെഗറ്റീവ്. അപ്പം ടാനിനും കോട്ടിനും ഒഴികെ ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇട്ടണം.
അപ്പം കോസ് എക്സ് മൈനസ് 1/2 ആയിട്ട് സീക്ക് എക്സ് ഇല്ല. സീക്ക് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സിന്റെ റെസിപ്രോക്കൽ അല്ലേ, ഇതിന്റെ റെസിപ്രോക്കലാ 1/cos x ആ. ഇത് തിരിച്ചിട്ടാൽ മതി. തിരിച്ചിടുമ്പോൾ -2/1 ആ, അതായത് -2 വരും. കോസ് എക്സ് കഴിഞ്ഞാൽ ആ കൂട്ടത്തിന് സീക്ക് എക്സ് എഴുതാം. തിരിച്ചിട്ടാൽ മതി. കോസ് എക്സിന്റെ റെസിപ്രോക്കൽ ആണല്ലോ സീക്ക് എക്സ്, അതങ്ങ് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ -2 വരും. ഇനി നമുക്ക് സൈൻ എക്സ് എഴുതാം. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. സൈൻ എക്സ് ഇക്കൊരു നെഗറ്റീവ് ഉണ്ട്, കാരണം ടാനും കൂട്ടുക പോസിറ്റീവ് ഉള്ളു, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. നെഗറ്റീവ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ഓപ്പോസിറ്റ് എക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ √3 ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 2 √3/2 -√3/2 വരും സൈൻ എക്സ്. സൈൻ എക്സ് കിട്ടിയാൽ ഉടനെ കൊസീക്ക് എക്സ് എഴുതാം. കൊസീക്ക് എക്സ് എന്ന് വെച്ചാൽ 1/sin x ആണ്. സൈൻ എക്സ് നേരെ തിരിച്ചിട്ടാൽ മതി. തിരിച്ചിടുക -2/3. മൈനസ് മേളിൽ എഴുതിയാലും താഴെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. -2/√3. അപ്പോൾ സൈൻ എക്സ് കിട്ടിയാൽ ഉടനെ കൊസീക്ക് എക്സ് എഴുതാം. അപ്പോൾ അത് നെഗറ്റീവ്, ഇത് രണ്ട് നെഗറ്റീവ് വരും. ഇനി ടാൻ എക്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. ടാൻ എക്സും കോട്ടെക്സും പോസിറ്റീവാണ്. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡാണ് ടാൻ എക്സ്. ഈക്വൽ ടു പ്ലസിന് എഴുതേണ്ട കാര്യമില്ല. ഓപ്പോസിറ്റ് എക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ √3 ബൈ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ 1. അപ്പോൾ ആൻസർ √3 വരും. ഈ ടാൻ എക്സ് കോട്ടെക്സ് എന്ന് വെച്ചാൽ 1/tan x ആണ്. 1/tan x ആണ്, അതായത് 1/√3. കണ്ടോ, ഒരെണ്ണം തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബാക്കി എല്ലാം കണ്ടുപിടിക്കാം. എളുപ്പമാണ്, ഇത് ചെയ്ത് പഠിക്കണം. ചോദിക്കാൻ സാധ്യതകളാണ്. ചോദിച്ചാൽ 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ചില വർഷങ്ങളിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഒരെണ്ണം തരും, എന്നിട്ട് അതേത് ക്വാർട്ടറിൽ അത് പറയും. ക്വാർട്ടറിൽ തരുന്നതിൻ്റെ ഉദ്ദേശം സൈൻ ഇടാനോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് തരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രയാങ്കിളിൻ്റെ മറ്റേ മൂന്നാമത്തെ സൈഡുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അത് വെച്ച് എല്ലാം എഴുതാം. ഇങ്ങനെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത tan x equal to cosec x equal to 5/3. Cosec x equal to 5/3. X lies in second quadrant. X in second quadrant. Second quadrant ഓർക്കുക AS സൈൻ എക്സും കൊസീക് എക്സും പോസിറ്റീവ്, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് കൊസീക് എക്സ് ആണ് തന്നിരുന്നത്. കൊസീക് എക്സ് എടുത്ത് ചെയ്യുന്നതിന് നല്ല സൈൻ എക്സ് എടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണം എഴുതാം കൊസീക് എക്സ് 5/3 ആണ്. അപ്പോൾ സൈൻ എക്സ് എഴുതാം. സൈൻ എക്സ് ഈക്വൽ ടു 1/cosec x ആണ്. കൊസീക് എക്സ് അങ്ങ് തിരിച്ചിട്ടാൽ മതി. അപ്പം 3/5 വരും. 3/5 വരും. ന്യൂമറിക്കൽ വാല്യൂ എടുത്താലും 3/5 ആണ്. അപ്പം നെഗറ്റീവ് എടുക്കുന്നില്ല, നെഗറ്റീവ് ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ കൊസീക് സൈൻ എക്സ് 3/5 വരും. ഇനി നമ്മൾ ഒരു ട്രയാങ്കിൾ എ ബി സി നേരത്തെ പോലെ തന്നെ ചെയ്യുന്നു. ABC ഇവിടെ എക്സ്, ഇത് 90 ഡിഗ്രി. സൈൻ എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് അതെന്ന് പറയുമ്പോൾ 3/5 വരും. നെഗറ്റീവ് ഉണ്ട്, ന്യൂമറിക്കലി എഴുതി ചെയ്തോണേ. അപ്പോൾ നമുക്ക് സൈൻ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിന് 3 കൊടുക്കാം. എക്സിന്റെ ഓപ്പോസിറ്റ് AB ആണ്, അതിന് 3 കൊടുക്കാം. ഹൈപ്പോട്ടന്യൂസ് 5, 90യുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ്, അത് 5 കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ബൈ പൈതഗോറസ് തിയറം BC സ്ക്വയർ എന്ന് പറയുമ്പോൾ ചെറിയ സൈഡാണ്, വലിയ സൈഡാണ് 5AC. അപ്പം AC സ്ക്വയറിൽ നിന്ന് AB സ്ക്വയർ കുറയ്ക്കണം. AC സ്ക്വയർ എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ മൈനസ് ABയുടെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 25 - 9, അതായത് BCയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 16 വരും. BC എന്ന് പറയുന്നത് √16 4 വരും. ഈ സൈഡ് 4 വരും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം എഴുതാം. അപ്പം നമ്മൾ ഓൾറെഡി കൊസീക് എക്സും സൈൻ എക്സും എഴുതിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതാം. അപ്പം ആദ്യം എഴുതുക സിൻസ് എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ഓൺലി സൈൻ എക്സ് ആൻഡ് കൊസീക് എക്സ് ആർ പോസിറ്റീവ്, ഓൾ അതേഴ്സ് ആർ നെഗറ്റീവ്. ബാക്കി എല്ലാം നെഗറ്റീവാണ്. സൈൻ എക്സും കൊസീക് എക്സും നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ എഴുതിയേക്കുന്നത്, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി അതൊന്നുകൂടെ നമുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ സൈൻ എക്സ് വേണമെങ്കിൽ സൈൻ എക്സും കൊസീക് എക്സും ഒന്നുകൂടെ എടുത്തെഴുതിക്കണം. കൊസീക് എക്സ് എന്ന് പറയുമ്പോൾ 5/3, സൈൻ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എഴുതിയ 3/5. ഇനി ബാക്കി ഓരോന്നും എഴുതുക. സൈനായി. ഇനി കോസ് എക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കോസേക്കും മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളത് നമ്മൾ എഴുതി ഓൾറെഡി. ഇനി ബാക്കി എല്ലാം നെഗറ്റീവ്. നെഗറ്റീവ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് മൈനസ് ഉണ്ട്. എക്സിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 4, ഹൈപ്പോട്ടന്യൂസിന് 5, 4/5 വരും. 4/5
ഇനി cos x എഴുതിയാൽ റെസിപ്രോക്കൽ sec x എഴുതാം. sec x equal to 1/cos x. ഇത് cos x തിരിച്ചിട്ടാൽ മതി. -4/5നെ 5/4 എഴുതാം. -5/4 അത് കിട്ടി. ഇനി tan x എന്ന് വെച്ചാൽ മൈനസ് ആണ്. മൈനസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. മൈനസ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഓപ്പോസിറ്റ് 3 ബൈ എക്സിന്റെ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ 4 -3/4. cot x എന്ന് വെച്ചാൽ 1/tan x. tan x തിരിച്ചിട്ടാൽ മതി. അതായത് -4/3. കണ്ടോ? സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. എത്ര ക്വസ്റ്റ്യൻ വേണേലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇത് ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ ക്വാഡ്രന്റ് നോക്കി കറക്റ്റായിട്ട് സൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയ്താൽ മതി. ഇനി വേറെ കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ട്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്. കുറച്ച് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട്. അതായത് സൈൻ 765 ഡിഗ്രി. സൈൻ 765 ഡിഗ്രി നമുക്ക് 360 വരെ കണ്ടുപിടിക്കാം. ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത് 360 ആയി. ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 360 ആയി. അതിന്റെ റെപ്പറ്റേഷൻ തന്നെയാണ് ബാക്കി. അടുത്ത ഒരു ഫുൾ സർക്കിൾ കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ +360 ആയി. 360ന്റെ മൾട്ടിപ്പിൾസിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. 360 + 360. അപ്പം ഇതിനെ വേണമെങ്കിൽ സൈൻ 765 നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ 360 പ്ലസ് ബാക്കി 765 360 മാറ്റിയാൽ ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കാം. 405 അല്ലേ? 405 360 കണക്ട് ചെയ്ത് എഴുതുക. ഇനി പൈനെ തരുവാണെങ്കിൽ 2π ആണല്ലോ 360. അപ്പം 360 എന്ന് പറയുമ്പോൾ ഒരു ഫുൾ സർക്കിൾ. ഒരു 360 വരുമ്പോഴത്തേക്കും 0യിലേക്ക് വരിക. നമ്മൾ തുടക്കം 0 അല്ലായിരുന്നോ? ഒരു 360 കംപ്ലീറ്റ് ആകുമ്പോൾ 0യ്ക്ക് തുല്യമാകും. അപ്പം 360 0 എന്നും പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ നമുക്ക് 360നെ മാറ്റിക്കളയാം. അടുത്ത സ്റ്റെപ്പിൽ ഈ 360ന്റെ ആവശ്യമില്ല. 360 0യ്ക്ക് തുല്യമായി. അപ്പോൾ നമ്മൾ 360നെ മാറ്റിയിട്ട് സൈൻ 405 എഴുതി. 405 എന്ന് പറയുന്നത് 360ന് മേളിലാണ്. അപ്പോൾ നമ്മൾ അതിന് ഒന്നുകൂടെ 360 കമ്പയർ ചെയ്യുക. അപ്പോൾ സൈൻ 360 പ്ലസ് 360 405 മാറ്റിയാൽ പിന്നെ 45 ഉള്ളൂ. 45 360 45 കൂടെ കൂട്ടുമ്പോഴല്ലേ 405 വരുന്നത്. ഈ 360 എന്ന് പറഞ്ഞ ഒരു ഫുൾ സർക്കിൾ 0യും 360 സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 360 കണക്കിലെടുക്കേണ്ട കാര്യമില്ല. 360നെ മാറ്റാം. സൈൻ 45 എന്ന് വരും. സൈൻ 45 ഡിഗ്രി എന്ന് വെച്ചാൽ നമുക്കറിയാം 1/√2 ആണ് അതിൻ്റെ ആൻസർ. ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. ഡിഗ്രിയിൽ തരുവാണെങ്കിൽ 360 വെച്ച് മാറ്റി കളയാം. 360നെ അതിൽ നിന്ന് മാറ്റിക്കളയാം. അങ്ങനെ -360 -360 നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മിച്ചമുള്ളത് അങ്ങ് എഴുതി വെച്ചാൽ മതി. മിച്ചമുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് സൈൻ 45 വരും. അത് 1/√2 വരും. സൈൻ 45 എന്ന് വെച്ചാൽ 1/√2 വരും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത അതുപോലെ തന്നെ മൈനസ് വരുന്നൊരു ക്വസ്റ്റ്യൻ. കൊസീക്ക് 1410. കൊസീക്ക് -1410 ഡിഗ്രി. ഇവിടെ നമുക്ക് 360 വെച്ച് 320 -360 പോസിറ്റീവോ നെഗറ്റീവോ ആകും കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് ആംഗിൾ എന്ന് പറയുമ്പോൾ തിരിച്ചെടുക്കുന്നല്ലേ ഉള്ളൂ. പോസിറ്റീവ് ആംഗിൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോഴാണ് നെഗറ്റീവ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം കൊസീക്ക് 1410 നമുക്ക് വേണമെങ്കിൽ എഴുതാം. കൊസീക്ക് -360 -1410 അല്ലായിരുന്നോ? അപ്പം 360 മാറ്റിയാൽ 1050 വരികയല്ലേ? 1050 വരും. ശരിയല്ലേ? ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ 0 5 11 1500 ശരിയാ. -360 -1010 1050 എഴുതാം. അപ്പം -360 0യ്ക്ക് തുല്യ മാറ്റിക്കളയാം. അപ്പം നമുക്ക് ഇതിനെ കൊസീക്ക് -1050 എഴുതാം. വേണേ മൈനസും കൂടെ വേണേ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ. നമ്മൾ കൊസീക്കിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ വെളിയിലേക്ക് നെഗറ്റീവ് എടുക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെളിയിലേക്ക് മൈനസ് കൊസീക്ക് 1410 എഴുതാം. കണ്ടോ? നമ്മൾ ഇതെല്ലാം പഠിച്ചല്ലേ? കൊസീക്കിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് വെളിയിലെടുക്കാം. അതായത് കോസിന്റെ അകത്തും സീക്കിന്റെ അകത്തും നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് കളയാം. ബാക്കി എല്ലാത്തിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് വെളിയിലേക്ക് എടുക്കാമെന്ന് നമ്മൾ പഠിച്ചതാ. ആ റിസൾട്ട് പഠിച്ചതാ. അപ്പം അത് വെച്ച് വേണേൽ നമുക്ക് മൈനസ് വെളിയിലേക്ക് എടുക്കാം. എന്നിട്ട് പോസിറ്റീവ് ആക്കി എഴുതാം. കൊസീക്ക് 360 + 1050
360 കളഞ്ഞിട്ട് മൈനസ് കൊസീക്ക് 1050 എഴുതാം. ഇനി 1050 360 വെച്ച് മാറ്റുക. മൈനസ് കൊസീക്ക് 360 പ്ലസ് ഇതിൽ നിന്ന് 360 കുറയ്ക്കുമ്പോഴത്തേക്കും 1000 700 690 വരികയില്ലേ? ശരിയല്ലേ? 690 വരും. അതിനെ നമുക്ക് ഇനി ഈ 360 കളയാം. കൊസീക്ക് 690. 690 പിന്നെ 360 വെച്ച് എഴുതുക. കൊസീക്ക് 360 പ്ലസ് 330 വരും. കണ്ടോ? ശരിയല്ലേ? 360 പ്ലസ് 330 ഇങ്ങനെ വരും. അതായത് 360 പ്ലസ് 330 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് കൊസീക്ക് 330 വരും. മൈനസ് കൊസീക്ക് 330 വരും. ഇനി കൊസീക്ക് ഇനിയിപ്പോൾ നമുക്ക് 360 മാറ്റാനില്ല. 360 മാറ്റാനില്ല. വേണേൽ ഈ മൈനസ് നമുക്ക് തിരിച്ച് അകത്തേക്ക് ഇടാം. പിന്നെ ആദ്യം തന്നെ അകത്തേക്ക് ഇടണ്ടായിരുന്നു. ഈ മൈനസ് നമുക്ക് അകത്തേക്ക് തിരിച്ചിടാം. അപ്പം കൊസീക്ക് മൈനസ് 330. നമുക്ക് കൊസീക്കിൻ്റെ അകത്ത് വന്നാലും വെളിയിൽ വന്നാലും അകത്തോട്ടും വെളിയിൽ നിന്ന് നമുക്ക് ആവശ്യം അനുസരിച്ച് മാറ്റി ഇടാം. അകത്ത് കിടക്കുന്നതിന് വെളിയിലോട്ടും വെളിയിൽ കിടക്കുന്നതിന് അകത്തോട്ടും ഇടാൻ പറ്റും. അപ്പം അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ മൈനസ് രണ്ടിടത്ത് പോകുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെളിയിലേക്ക് എടുത്തത്. വെളിയിലേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കൊസീക്ക് മൈനസ് 330 വരും. ഇനി നമ്മളിവിടെ ഒരു കൊസീക്ക് മൈനസ് 330 വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. കൊസീക്ക് 360 മൈനസ് 30 എഴുതാം. കൊസീക്ക് 360 മൈനസ് 30 330. ശരിയല്ലേ? അല്ല, 330 അല്ലേ? മൈനസ് 330. അപ്പോൾ മൈനസ് 360 പ്ലസ് 30 എഴുതാം. കണ്ടോ? മൈനസ് 330 വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. മൈനസ് 360 പ്ലസ് 30. ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ മൈനസ് 330 വരത്തില്ലേ? ഇനി മൈനസ് 360 വന്നാലും പ്ലസ് 360 വന്നാലും നമുക്കത് ഒഴിവാക്കി എടുക്കാം. അപ്പം ഇത് കളയാം. ഇത് 0ക്ക് തുല്യമാണ്. മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും അത് 0ക്ക് തുല്യമാണ്. അപ്പം നമുക്ക് അതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസീക്ക് 30 എന്ന് എഴുതാം. കൊസീക്ക് 30 എന്ന് എഴുതാം. 360 പ്ലസ് 360 ആണെങ്കിലും മൈനസ് 360 ആണെങ്കിലും അത് നമുക്ക് കളയാം. കളഞ്ഞിട്ട് പ്ലസ് 30. കൊസീക്ക് 30 വരുള്ളൂ. കൊസീക്ക് 30 എന്ന് വെച്ചാൽ 1/sin30 അല്ലേ? കൊസീക്ക് എന്ന് വെച്ചാൽ 1/sin 1/sin30. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/sin30യുടെ വാല്യൂ അറിയാം. sin30 എന്ന് വെച്ചാൽ 1/2 ആണ്. 1/1/2 എന്ന് വെച്ചാൽ 2/1 വരും. 2 വരും ആൻസർ. 2 വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മൈനസ് നമ്മൾ ആദ്യം വെളിയിലേക്ക് എടുത്തു. എന്നിട്ട് 1410 360 മാറ്റി ചെയ്തു. അപ്പോൾ 330 വന്നു. 330ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഈ വെളിയിൽ കിടക്കുന്ന മൈനസിനെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് പിന്നെ ഒരു 360 ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അതിന് മൈനസ് 360 പ്ലസ് ഇത് പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് മൈനസ് 360 പ്ലസ് 30 വന്നു. അപ്പോൾ 360 മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും നമുക്കത് ഒഴിവാക്കി കളയാം. അപ്പോൾ കൊസീക്ക് 30 വരും. കൊസീക്ക് 30 എന്ന് വെച്ചാൽ 1/sin30 ആണ്. അത് 1/1/2. sin30യുടെ വാല്യൂ നമുക്കറിയാം. 1/2 ആണ്. 1/1/2 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു പൈയുടെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ പൈ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ. tan 19π/3 tan 19π/3 കണ്ടുപിടിക്കണം. 19π/3 tan 19π/3. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു tan. നമ്മളിതിനെ ഒരു നമ്മുടെ 360 എന്ന് പറഞ്ഞാൽ 2π ആണ്. 360 എന്ന് പറഞ്ഞാൽ 2π ആണ്. അപ്പോൾ നമ്മൾ 2π വെച്ച് മാറ്റി ഇടാൻ പോവാ. 2π വെച്ച് മാറ്റി ഇടുന്ന ശ്രദ്ധിക്കേണ്ട താഴെ 3 അല്ലേ? താഴെ 3 വരുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2π കിട്ടണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2π കിട്ടണമെങ്കിൽ 6π 3യുടെ ഡബിൾ എടുക്കണം. 3യുടെ ഡബിൾ 6 ആണ്. അപ്പം 19πയെ 6π എന്നാക്കുക. 6π പ്ലസ് ബാക്കി 13 അല്ലേ? 13π എന്നാക്കുക. 6π പ്ലസ് 13π. കാരണം താഴെ 3 ആയാലും 3യുടെ ഇരട്ടി എടുക്കാം. താഴെ 4 ആണെങ്കിൽ 8π ചെയ്യണം. താഴെ 5 ആണെങ്കിൽ 5ന്റെ ഡബിൾ 10π വെച്ച് ചെയ്യാം. അപ്പോൾ താഴെ എത്രയാണോ അതിൻ്റെ കാരണം നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2π കിട്ടണം. താഴെ 3 വരുമ്പോൾ മേലെ 6 വന്നാലേ 2π കിട്ടുള്ളൂ. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. tan of
6π/3 പ്ലസ് 13π/3. 6π/3 എന്ന് വെച്ചാൽ 2π ആണ്. ടാൻ ഓഫ് 2π പ്ലസ് 13π/3. 2π കിട്ടിക്കഴിഞ്ഞാൽ 360. 360 ഒഴിവാക്കാൻ 360 0 എന്ന് പറഞ്ഞല്ലോ. ഇത് നമുക്ക് വേണ്ട. ടാൻ ഓഫ് 13π/3 മതി. 13π/3. ഇനി 13πയെ ഇനി ഇതുപോലെ മാറ്റുക. ടാൻ ഓഫ് 13πയെ 6π പ്ലസ് 7π വരും. 6πയും 7πയും കൂടെ കൂട്ടുമ്പോഴല്ലേ 13π വരുന്നത്. ഇനി അത് സ്പ്ലിറ്റ് ചെയ്യാം. മുമ്പേ ഇതുപോലെ തന്നെ ടാൻ ഓഫ് 6π/3 പ്ലസ് 7π/3 എന്ന് എഴുതുക. 6π/3 2π ആണ്. ടാൻ ഓഫ് 2π പ്ലസ് 7π/3 വരും. 2π പ്ലസ് വരുമ്പോൾ അത് കണക്കിലെടുക്കണ്ട. ടാൻ ഓഫ് 7π/3 വരും. 7π/3 വന്നാൽ നമുക്ക് അറിയത്തില്ല. ഇനി ഇതുപോലെ മാറ്റുക. ഇതിനെ പിന്നെ ഇതുപോലെ മാറ്റുക. 7π/3 ആണ് 6π വെച്ച് ഈക്വൽ ടു ടാൻ ഓഫ് 6π 7π കിട്ടണ്ട. 6πയുടെ കൂടെ 7 കൂട്ടിയാൽ മതി. 6π പ്ലസ് ഒരു പൈ മതി. 6π പ്ലസ് പൈ 7/3. ഇനി സ്പ്ലിറ്റ് ചെയ്യുക. ടാൻ ഓഫ് 6π/3 പ്ലസ് π/3. 6π/3 എന്ന് വെച്ചാൽ 2π ആണ്. ടാൻ ഓഫ് 2π പ്ലസ് π/3. 2π ഒഴിവാക്കാമെന്ന് പറഞ്ഞല്ലോ. 2π ഒഴിവാക്കുമ്പോൾ ടാൻ π/3. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ π/3. ടാൻ 60യുടെ വാല്യൂ നമുക്കറിയാം. ടാൻ 60യുടെ വാല്യൂ ടേബിളിൽ എഴുതി തന്നിട്ടില്ലേ. ടാൻ 60 എന്ന് വെച്ചാൽ സൈൻ 60/cos 60 ആണ്. √3/2/1/2 √3 വരും. ടാൻ 60 √3 വരും. ഇങ്ങനെ ചെയ്യണം. അതുപോലെ നിങ്ങൾ ചെയ്യുക. നെഗറ്റീവ് വന്നാലും ഇതുപോലെ എടുത്ത് ശ്രദ്ധിച്ചെടുത്ത് ചെയ്താൽ മതി. നെഗറ്റീവ് വരുമ്പോൾ അതായത് ഒരു നെഗറ്റീവ് 11π/3 ഉണ്ട്. സൈൻ നെഗറ്റീവ് 11π/3 വന്നാൽ ഞാൻ നെഗറ്റീവ് അകത്തിട്ട് തന്നെ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 3 അല്ലേ താഴെ. 3 താഴെയാകുമ്പോൾ മേളിൽ 6 വരണം. 6 മൈനസ് മേളിൽ മൈനസ് ആണ്. -6π വരും. മൈനസ് വന്നാലും പ്ലസ് വന്നാലും കുഴപ്പമൊന്നുമില്ല. -6π -11π കിട്ടണേ ഒരു -5π കൂടെ വേണം /3. -6πയും -5πയും കൂടെ കൂട്ടുമ്പോഴല്ലേ -11π വരുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സൈൻ ഓഫ് -6π/3 -5π/3 എന്ന് എഴുതാം. -6π/3 വെച്ചാൽ -2π. സൈൻ ഓഫ് -2π -5π/3. അപ്പം 2πയോ -2πയോ വന്നാൽ അത് ഒഴിവാക്കാം. അപ്പോൾ സൈൻ ഓഫ് -5π/3. ഇനി ഇതും നമുക്കറിയത്തില്ല. അപ്പം നമ്മളൊരു കാര്യം താഴെ 3 6π വെച്ച് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിനെ നമുക്ക് സൈൻ ഓഫ് താഴെ 3 ആയതിന് -6π -6π നമുക്ക് ആൻസർ കിട്ടുന്ന -5π ആണ്. ഒരു പ്ലസ് പൈ ചെയ്താൽ മതി. -6π പ്ലസ് പൈ ആണ് -5π/3. ഇനി സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് that is equal to sin of -6π/3 plus π/3. 6π/3 is 2π. Sin -2π plus π/3. അപ്പം 2π ആണെങ്കിലും -2π ആണെങ്കിലും എടുക്കണ്ട, ഒഴിവാക്കാം. അപ്പം നമുക്ക് sin π/3 മാത്രമേ വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു sin π/3. sin π/3യുടെ വാല്യൂ അറിയാം. sin 60 √3/2. ഇങ്ങനെ നിങ്ങൾ 360 അല്ലെ 2π വെച്ച് മാറ്റി മാറ്റി ചെയ്യുക. ഇങ്ങനെ അത് ചെയ്ത് പഠിക്കുക. അപ്പം അതിന് ആ ആംഗിൾസ് ഒരെണ്ണം തന്നിട്ട് സൈനോ കോസ് അതിലേതിൽ ഒന്നും തന്നിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചോണം. ഇത് നിങ്ങൾ ശരിക്കും പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ.